വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നു. ചരക്കുകളുടെ കയറ്റിയിറക്കൽ പ്രവർത്തനങ്ങളുടെ ട്രയൽ റൺ ജൂൺ 2-ാം വാരത്തോടെ ആരംഭിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ 3 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ടിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം സജീവമാകുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തിന് അടിമുടി മാറ്റമുണ്ടാകും. ഇതിന്റെ സ്വാധീനം സമുദ്ര വ്യാപാരത്തിൽ മാത്രമല്ല, ഉൽപാദനത്തിലും വിപണനത്തിലും പ്രതിഫലിക്കും. ഇതിലൂടെ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അതായത് ഇനി മുതൽ വലിയ കണ്ടെയ്നർ ഷിപ്പുകളെ തീരത്തടുപ്പിച്ച് സാധനങ്ങൾ കയറ്റിയിറക്കാൻ സാധിക്കും. ഇങ്ങനെ ഷിപ്പുകളെ അടുപ്പിച്ച് സാധനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുന്ന പോർട്ടുകളെയാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾ സിംഗപ്പൂരിലും പിന്നെ ചൈനയ്ക്കകത്ത് ഷാങ്കായ്, ഷെൻസൻ, സൗത്ത് കൊറിയയിലെ ബുസാൻ, ഹോങ്കോങ് എന്നിവിടങ്ങളിലാണുള്ളത്. വലിയ ഷിപ്പുകളെ നമ്മുടെ തീരത്ത് അടുപ്പിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന സാധനങ്ങൾ ശ്രീലങ്കയിൽ ഇറക്കി ചെറിയ കപ്പലുകളിൽ കയറ്റി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു തുകയാണ് ഈ വഴിക്ക് ശ്രീലങ്കയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊളംബിയയിൽ ഇറക്കാൻ സാധിച്ചില്ലെങ്കിൽ ദുബായിലോ സിംഗപ്പൂരിലോ ഇറക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാർഗോയുടെ 75% ഇന്ത്യക്ക് പുറത്താണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 50% കൊളംബിയൻ തീരം വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ മേഖലയിൽ ചൈനയ്ക്ക് ബദലാകണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലോജിസ്റ്റിക് രംഗം ശക്തമായാലേ ഇത് പ്രാവർത്തികമാവുകയുള്ളൂ. ചൈനയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം സാധനങ്ങളുടെ ഉത്പാദനം നടക്കുന്നത്? അതിൽ ട്രാൻസ്പോർട്ടേഷന് പ്രധാന പങ്കുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഉത്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളുടെ വിപണിയിലെത്തിക്കണമെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് സംവിധാനം ആവശ്യമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്ന് വലിയ കപ്പലുകളിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഇത് ചിലവ് വളരെയധികം വർദ്ധിപ്പിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സംവിധാനം വരുന്നതോടെ ലോജിസ്റ്റിക് കോസ്റ്റും ഷിപ്പിംഗ് കോസ്റ്റും കുറയും. സാധനങ്ങളുടെ വില കുറച്ച് വിൽക്കാനും ചൈനയുമായി മത്സരിക്കാനും നമുക്കാകും. പോരാത്തതിന് വിഴിഞ്ഞം പോർട്ടിന്റെ സ്ഥാനം സമുദ്ര വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന സൂയസ് കനാലിനും മലാക്കയ്ക്കിടയിലുമാണ്. മലക്ക സ്റ്റേറ്റിനും സൂയസ് കനാലിനും ഇടയ്ക്കുള്ള ഈ റൂട്ട് വഴിയാണ് ഗ്ലോബൽ കാർഗോയുടെ 30% കടന്നു പോകുന്നത്. ഇത്രയും കാർഗോ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് സംബന്ധിച്ചുള്ള കയറ്റിയിറക്കുകൾ കിട്ടുകയാണെങ്കിൽ തന്നെ വളരെയധികം ലാഭമുണ്ടാകും. വിഴിഞ്ഞം പോർട്ടിന് പ്രകൃതിദത്തമായി തന്നെ 24 മീറ്റർ ആഴമുണ്ട്. വലിയ കപ്പലുകൾ അടുക്കാൻ ഇതേറെ സഹായകരമാണ്. 1 മില്യൺ കണ്ടെയ്നർ ഒരു വർഷം കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന സംവിധാനമാണ് വിഴിഞ്ഞത്ത് വരുന്നത്. ഇതിലൂടെ നമുക്ക് സിംഗപ്പൂരിനെയും കടത്തിവെട്ടാനാകും. കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഴിഞ്ഞം ഒരു നാഴികക്കല്ലാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന പദവിയും വിഴിഞ്ഞത്തിന് ലഭിക്കാൻ പോവുകയാണ്. വിഴിഞ്ഞത്ത് ആധുനിക ഓട്ടോമേഷൻ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ടേൺ അറൗണ്ട് ടൈം വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. അതായത് ഒരു ഷിപ്പ് എടുത്താൽ അതിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും എടുക്കുന്ന സമയം വളരെയധികം ചുരുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെ വലിയ കണ്ടെയ്നർ ഷിപ്പുകളെ ആകർഷിക്കാൻ ഇതിന് സാധിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് ചരക്കുകളുടെ കയറ്റിയിറക്കലിനായി 32 ക്രെയിനുകളാണ് വേണ്ടിയിരുന്നത്. ചൈനയിൽ നിന്ന് ഇതുവരെ 27 ക്രെയിനുകൾ എത്തിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന സിപ്പ് ടു ഷോർ ക്രെയിനുകളും 3 യാർഡ് ക്രെയിനുകളും മെയ് 25-നുള്ളിൽ തുറമുഖത്ത് കൊണ്ടുവരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. നമ്മുടെ തുറമുഖങ്ങൾ നവീകരിക്കുക എന്നത് ഇന്ത്യയുടെ വലിയൊരു ലക്ഷ്യമാണ്. വിഴിഞ്ഞം കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റാണ്. ഏതാണ്ട് 41,000 കോടിയാണ് ഇതിന്റെ ചിലവായി കണക്കാക്കിയിരിക്കുന്നത്.